സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാര്, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ചെറുപ്പക്കാര് പഴുത്തു കിടക്കുന്ന മലരാരണ്യത്തില് അല്ലാഹുവേ തന്റെ ശരീരത്തിലൂടെ മണല് വാരിയിട്ടിട്ട് അവിടെ കിടന്ന് നിലവിളിക്കുമ്പോ ഉമർ പറയുന്നു, സഅലബാ, അല്ലാഹു നിന്റെ പാപം പുറത്തു തന്നു സഅലബാ, നിന്നെ അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു സഅലബാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, ഉമറേ, എങ്ങനെയാ അന്യ പെണ്ണിന്റെ ഔറത്ത് കണ്ട ഈ കണ്ണുകൊണ്ട് എങ്ങനെയാ ഞാൻ മുത്തുനബിയുടെ മുന്നിൽ വരുന്നത്? പടച്ചവനെ, എനിക്കതിന് കഴിയില്ല, എനിക്കതിന് ധൈര്യമില്ല. ഉമർ തങ്ങൾ പറഞ്ഞു, നിന്നെ ഞങ്ങള് കൊണ്ടുപോകും. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും പറഞ്ഞ് ഞങ്ങള് കൊണ്ടുപോകും. അല്ലാഹുവിന്റെ റസൂലാ വിളിക്കുന്നത്. അവിടെ നിന്ന് പറഞ്ഞു, ഉമറേ, എന്നെ കൊണ്ടുപോകണമെങ്കിൽ എന്റെ കാലില് നിങ്ങൾ കയറ് കെട്ടിയിട്ട് ഈ പഴുത്ത് കിടക്കുന്ന മലരാരണ്യത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് എന്നെ വലിച്ചുകൊണ്ട് പോയാലേ ഞാൻ വരൂ. ഉമർ തങ്ങൾ പറഞ്ഞു, പറ്റൂല, എങ്കിലും ഞാൻ വരൂല. അവസാനം സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വരണമെങ്കിലോ പടച്ചവരെ എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാവൂ, നമസ്കരിക്കുന്ന സമയത്ത് എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാവൂ. അങ്ങനെ പാതിരാത്രി മുഴുവനും പടച്ചവനെ അവിടെ നിന്നിട്ട് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് സൽമാൻ തങ്ങളും ഉമർ തങ്ങളും മുത്തുനബിയുടെ മസ്ജിദ് നബവിയിലേക്ക് പോകുകയാ. പള്ളിയിലേക്ക് പോകുമ്പോ സുബഹിന്റെ സമയമാ, നമസ്കാരം നടക്കുന്ന സമയമാ. പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ നമസ്കാരം തുടങ്ങി. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും ഒതുപെടുത്തിട്ട് പള്ളിയില് നമസ്കരിക്കാൻ കയറി. റബ്ബേ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, നമസ്കരിക്കാ പള്ളിക്കകത്തേക്ക് കേറുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന സൂറത്ത് ഏതെന്നറിയോ? അൽഹാകുമുത്തകാസുർ ഹത്താ സുറുത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമായ ഖുർആനില് സൂറത്തു തകാസുർ ഓതുകയാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാര് അവിടെന്ന് പിടഞ്ഞ് താഴെ വീഴുകയാണ്. അവസാനം നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, സഅലബയെ വിട് യാ റസൂലല്ലാഹ്, ബോധം കെട്ട് കിടക്കുന്ന നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വന്നു, അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വന്നു. അവിടെന്ന് വെള്ളം കുടിക്കാൻ കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ, അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു, നീ ചെയ്ത തെറ്റിന് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. നബിയേ, ഞാൻ സാധാരണ പാപമല്ലല്ലോ ചെയ്തത്, ഞാൻ ചെയ്തത് കൊടും പാപമല്ലേ നബിയേ, വ്യഭിചാരമല്ലേ നബിയേ, അത് വൻ പാപമല്ലേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, റബ്ബ് നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമുണ്ടല്ലോ, നിനക്ക് അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. പക്ഷേ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ
എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടന്ന് നിലവിളിക്കുകയാ. അവസാനം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമർ തങ്ങളോട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകാൻ. പടച്ചുറപ്പേ, വീട്ടിൽ കൊണ്ടുപോയിട്ടും ഒരു മാറ്റമില്ല. എന്താടാ ചെയ്ത തെറ്റ്? ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ടാമതൊന്ന് നോക്കിപ്പോയി. അതിന്റെ പേരിൽ വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. 8 ദിവസമായി റബ്ബേ വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിയാ. അവസാനം സഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മരണത്തോട് മല്ലടിക്കുന്നു നബിയേ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാര് കരഞ്ഞു അല്ലാഹുവിനെ പേടിച്ചിട്ട് ഒരു പെണ്ണിനെ രണ്ടാമതൊന്ന് നോക്കിയതിന്റെ പേരില് വീടിന്റെ അകത്ത് കിടന്ന് കരഞ്ഞ് നെഞ്ചു പൊട്ടിയിട്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറയുമ്പോ മുത്തുനബി അതാ കടന്നു ചെന്നു. ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന സഅലബ ആ ചെറുപ്പക്കാരന്റെ തലയെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്നെ മടിയിലേക്ക് വെച്ചു. ആ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന ചെറുപ്പക്കാരന്റെ തലയെടുത്തിട്ട് മടിയിൽ വെച്ചപ്പോ സുബ്ഹാനല്ലാഹ്, തലയങ്ങ് താഴെ കിടക്കുകയാ. മുത്തുനബിയുടെ മടിയിൽ വെച്ചിരുന്ന തലയുണ്ടല്ലോ, അവിടുന്ന് തലയങ്ങ് താഴെ കെടുത്തങ്ങ് മാറ്റുകയാ. നബി ചോദിക്കുന്നു, സഅലബാ, എന്തിനാ നീ തലയെടുത്ത് മാറ്റുന്നത്? എന്തിനാ എന്റെ മടിയിൽ വെച്ച തലയെടുത്ത് മാറ്റുന്നത്? എല്ലാരും ആഗ്രഹിക്കുന്നത് എന്റെ മടിയിൽ തല വെക്കാനല്ലേ. സഅലബ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കതിനുള്ള യോഗ്യതയില്ല നബിയേ, എനിക്കതിനുള്ള അർഹതയില്ല നബിയേ. അങ്ങയുടെ മടിയിൽ കിടക്കാൻ, അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ ഈ സഅലബയ്ക്ക് അർഹതയില്ല നബിയേ. ഞാൻ പാവിയാ നബിയേ, ഞാൻ പാവിയാ നബിയേ. ഞാൻ ഒരന്യ പെണ്ണ് കുളിക്കുമ്പോ നോക്കിയ ദ്രോഹിയാ നബിയേ. അങ്ങയുടെ മടിത്തട്ടിൽ കിടന്നു മരിക്കാൻ എനിക്ക് അർഹതയില്ല, അതിനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ അത്രയ്ക്കും വലിയ പാപമാണ് ചെയ്തത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സഅലബാ, നീ ചെയ്ത പാപം പൊറുക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുത്തു, നിന്റെ സർവ പാപവും അല്ലാഹു പൊറുക്കാൻ ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തരട്ടെ സഅലബാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാ, നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ പാപങ്ങളും അല്ലാഹു പുറത്തു തരാൻ പൊറുക്കുന്ന ഒരായത്ത് പറഞ്ഞു തരട്ടെ. മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം ഖുർആനിലെ ഈ ആയത്തോതി മുത്തുനബിയുടെ മടിത്തട്ടില് തല വെച്ച് കിടന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടില് തല വെച്ച് കിടന്നു. പ്രവാചകൻ ചോദിച്ചു, എന്താണ് നിന്റെ അവസ്ഥ? എന്താണ് നിന്റെ അവസ്ഥ? യാ റസൂലല്ലാഹ്, എന്റെ ശരീരത്തിന് വല്ലാത്ത വേദനയാണ് നബിയേ. അവസാനം മുത്തുനബിയുടെ മടിത്തട്ടിൽ കിടന്നു. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു എന്ന ചരിത്രം പറയുമ്പോ, എന്തിനാ പെങ്ങള് ഈ ചെറുപ്പക്കാർ ഇതുപോലെ കിടന്ന് നിലവിളിച്ച് കരഞ്ഞതെന്തിനെന്നറിയോ? 40 ദിവസം അല്ലാഹുവേ പർവ്വതത്തിന്റെ ഉള്ളറകളിൽ പോയി നിലവിളിച്ചതെന്തിനെന്നറിയോ? ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരുന്നപ്പോ രണ്ടാമതൊന്ന് നോക്കിയതിന്റെ പേരിലാ. ഇനി നീ നിന്നെ കുറിച്ച് ചിന്തിക്ക്, ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് വല്ല കണക്കുമുണ്ടോ? 2019 വിട പറഞ്ഞ് 2020 കാലെടുത്ത് വെച്ച ഉമ്മ
ഒരു കൊല്ലം കൂടെ നീ ഖബറിലേക്ക് അടുത്തുമ്മാ, നിന്റെ ആയുസിൽ ഒരു കൊല്ലം കൂടെ കഴിഞ്ഞില്ലേ ചെറുപ്പക്കാരാ, അസ്രായിൽ വരാ സമയമായടാ, ഒരു കൊല്ലം കൂടെ നീ മരണത്തിലേക്ക് അടുത്തു. മോനെ, മരണത്തെ കുറിച്ച് ചിന്തിക്കടാ. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രീ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആസ ദഹറൻ അലാ ദഹരി. എന്തേ ചിന്തിക്കാത്തത്? സ്വന്തം മാപ്പാടെ മയ്യത്ത് കണ്ടവര്, സ്വന്തം ഉമ്മാടെ ജനാസ കണ്ടവള്, എന്ത് നീയും മരിക്കണ്ടവളാണെന്ന് ഓർക്കാത്തതെന്ത്? പെങ്ങള്, ഒരു രോഗവുമില്ലാത്ത എത്ര പെണ്ണുങ്ങളുടെ ജനാസ കണ്ടവളാ, എത്ര പേരെ കൊണ്ട് കബറടക്കിയതാ. കൂടെ കടന്നവർ മരിച്ചില്ല, കൂടെ നടന്നവർ മരിച്ചില്ല, കൂടെ പഠിച്ചവർ മരിച്ചില്ല, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കണ്ടില്ലേ വാപ്പാ? എന്തേ നിനക്ക് നന്നാകാ തോന്നാത്തത്? ചെറുപ്പക്കാരാ, നിന്റെ കൂടെ നടന്ന എത്രയോ ചെറുപ്പക്കാര് ഇന്നിവിടത്തെ പള്ളിപ്പറമ്പിലാണല്ലോടാ. എന്തേടാ നന്നാകാ തോന്നാത്തത്? ഈ ചെറിയ പ്രായത്തിന്റെ അകത്തൊരുപാട് ദ്രോഹം ചെയ്തില്ലേ? 50 വയസ്സുള്ള നിന്റെ വാപ്പ ചെയ്യാത്ത പാപം ചെയ്തില്ലേടാ? ഒരുപാട് അടിച്ചു പൊളിച്ചില്ലേ? ഒരുപാട് സുഖിച്ചില്ലേടാ ചെറുപ്പക്കാരാ? ഇനിയെങ്കിലും ഒന്ന് നിർത്തുമോനെ, എന്റെ പൊന്നു പെങ്ങന്മാരോട് ഇനിയെങ്കിലും ഒന്ന് നിർത്തൂ പെങ്ങള്. എല്ലാ കഴുകിയൊന്ന് ശുദ്ധമാക്ക്, ചിരിയൊക്കെ നിർത്ത്. ഒരുപാട് ചിരിക്കുന്നവരോട് മോനെ അബൂബക്കർ തങ്ങള് പറഞ്ഞില്ലേ, ഒരുപാട് ചിരിക്കല്ലേ, ഒരുപാട് ചിരിക്കല്ലേ. ഒരുപാട് ചിരിക്കുന്നത് അത്ര നല്ലതല്ലടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, പടച്ചവനെ, പള്ളിപ്പറമ്പിലേക്ക് പോകാ സമയമായി, നിന്റെ മൂക്കിന്റെ ദ്വാരത്തിൽ പഞ്ഞി വെക്കാ സമയമായി, കുളിപ്പിച്ചു പള്ളിയിൽ കൊണ്ടുപോകാ സമയമായി. അതുകൊണ്ട് ഒരുങ്ങിക്കോ, തയ്യാറെടുത്തോ. അള്ളാന്റെ മുന്നിൽ തൗബ ചെയ്തിട്ട് പിരിഞ്ഞോ. കരുണക്കടലായ അല്ലാ, ഞങ്ങൾക്ക് ഈമാ നൽകണേ അല്ലോ, ഇഖ്ലാസ് നൽകണേ അല്ലോ, തൗബ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്വഹാബി ഒരു പെണ്ണ് കുളിച്ചോണ്ടിരുന്നപ്പോ ഒരു വട്ടം നോക്കി, പിന്നെ ഒന്നുകൂടെ നോക്കി. ആ ചെറുപ്പക്കാരന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവേ, അവസാനം നബി പറഞ്ഞു കൊടുത്തു ഖുർആനിലെ ഒരായത്ത്. ഈ ആയത്ത് ഓതിയാൽ അവന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. ആ ആയത്ത് ഓതിയിട്ട് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.